ഇന്നൊരു കാര്യം പറയണ്ടാ, നമ്മളിപ്പോ ഇതുപോലത്തെ വണ്ടികളൊക്കെ വലിയ വണ്ടികളൊക്കെ അങ്ങനെ പോവും കണ്ട. ഞാൻ നേരത്തെ ഒരു ഗുളിയ വണ്ടിന്ന് ഞങ്ങൾ പറയാം. ഇവിടെ കൂറ്റം ട്രക്കുകളാണ്. ഈ ട്രക്കുകൾ പോകുമ്പോഴേ, ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ വലിയ വാഹനങ്ങൾ പോകുമ്പോഴേ അവരെ ഡ്രൈവർമാരെ നമ്മൾ മറക്കരുതിട്ടോ. കാരണം വെച്ചാൽ അവര് ഊണും ഉറക്കല്ലാണ്ട് ഈ വണ്ടികൾ അങ്ങനെ ഓടിച്ച എവിടെ നിന്നൊക്കെ പറഞ്ഞറിയോ. ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്നെ ഒരു എൻഫീൽഡൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ വണ്ടിമ്മ കയറി വന്നിട്ട് ഇവർ തെറി വിളിച്ചിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കയറി വന്നിട്ട് എന്തരമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ഡയലോഗ് ഇടാറുണ്ട്. പിന്നീട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടാ, ഇവരൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിയൊക്കെ എടുത്തപ്പോ മനസ്സിലായി, ഇവര് ഊണുറക്കില്ലാണ്ട് ഒരുപാട് സ്റ്റേറ്റുകളിൽ കവർ ചെയ്തിട്ടാണ് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കണം. പക്ഷെ അത് നമ്മള് എന്താ പറയാ, നമ്മള് മദ്യം കഴിക്കണം, മദ്രാക്ഷി വേണം എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ വേണം. നമ്മളെ ജീവിതം സ്വർഗതുല്യമാക്കണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതുപോലുള്ള വണ്ടിക്കാരെ കയറി പോകുമ്പോ നമ്മൾ കയറി ചെന്നിട്ട് തെറി വിളിക്കരുതിട്ടാ. ഞാൻ ന്യൂ ജനറേഷന്റെ കൂടിയാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളിവര് ചെയ്യണ നമ്മൾ അവരുടെ അവസ്ഥയിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം വിചാരിക്കാറുണ്ടേ, ഈ കള്ള് കുടിക്കുന്ന സമയത്ത് ഞാൻ മാക്ഡൗൾ കമ്പനി ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാ. എന്റെ പേര് ഇപ്പോഴും ഭയങ്കര ഹിറ്റ് അവിടെ, സോളമൻ അടാട്ട് എന്ന് പറഞ്ഞാൽ അറിയത്ത ആൾക്കാരില്ല. അപ്പൊ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചതേ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഈ ആത്മീയതയിലേക്ക് കടക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചേ. കള്ളുകൂടി വയസ്സാകുമ്പോ നിർത്താം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രായമാകുമ്പോ നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും മരിക്കില്ലല്ലോ, 100 വയസ്സ് വരെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പിന്നീടാണ് മനസ്സിലായത് ഇത് കയ്യിന്ന് പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഡ്രഗ്സ് ആയാലും നിർത്താൻ പറ്റില്ല. ഞാൻ ഒരുപാട് നാള് കള്ളു കുടിച്ച് നടന്നിട്ടുള്ള ഒരാളാ. നല്ല കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഇപ്പൊ എനിക്ക് അവിടെ ഇപ്പൊ 1.5 ലക്ഷമൊക്കെ അഡ്വാൻസും ബോണസും അടക്കം 2 ലക്ഷത്തിന്റെ അടുത്ത് കിട്ടും. 7 Seas ഡിസ്റ്റിലറി എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഞാൻ താമസിക്കണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്കൊന്നും ഈ ഗതി വരില്ല. കാരണം നമുക്ക് വയസ്സാകുമ്പോ നമുക്ക് അവിടെ ക്യാമറ വന്നാരാണ് മാറ്റിയതാണ്. ഇനിയിപ്പോ ക്യാമറയിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്താ കാരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ക്യാമറയിൽ പെട്ടോ എന്തായാലും കുഴപ്പമില്ല. നല്ലൊരു മെസ്സേജ് കിട്ടുമ്പോ ഒരു 500 രൂപ ഫൈൻ പോയാലും കുഴപ്പമില്ല. കാരണം ഇവര് ക്യാമറകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാമറകളുടെ കഥകൾ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഒരു ന്യൂസ് ചാനലിലൊരു പെൺകുട്ടിയോട് പോണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് നന്നാവാൻ നോക്കുക. അപ്പൊ നമുക്ക് ജീവിതാവസാനം വരെ അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാണ്ട് നമ്മള് കുറെ കഴിഞ്ഞിട്ട് നന്നാവാൻ ഇപ്പൊ കള്ളു കുടിച്ച് നടക്കാന്ന് വിചാരിച്ച് നടക്കില്ല. ഞാൻ അങ്ങനെ വിചാരിച്ച ഒരാളാ. പഠിച്ചു പൊളിച്ചിട്ട് കള്ളു കുടിച്ച് നടക്കാം, പിന്നെ നമുക്ക് നന്നാവാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് നന്നാവാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ നന്നാവാൻ നോക്കിയത്. അപ്പൊ പെണ്ണ് കിട്ടാനുമില്ല. 48 വയസ്സായി. അപ്പൊ കല്യാണം കഴിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഏടാകൂടത്തിൽ ഞാൻ ചെന്ന് പെട്ടിട്ടില്ല. അപ്പൊ എന്റെ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാണ് ഞാൻ പറഞ്ഞ, കള്ള് കുടി മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അളവിന് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാനപ്പോ കൂടുതൽ പറയണില്ല. വീണ്ടും ഒരു ക്യാമറ വരണം. അപ്പൊ ഞാൻ പിന്നെ കാണാം.